ഈ ലഹരി വിൽപ്പനക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, നിങ്ങളിത് നിർത്തണം. നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, നിർത്തുന്നില്ല എങ്കിൽ നിയമത്തിന്റെ കരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ്. നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന ഈ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്നാ പണി വെച്ചിരിക്കും. ഒരു രക്ഷയില്ല, കിടിലം ആഭ്യന്തരം, ഒന്നും പറയാനില്ല. എനിക്ക് ഭരിക്കാൻ ഒരു 5 ദിവസം അവസരം തരൂ, ഇവിടുത്തെ ലഹരി മാഫിയകളെ ഞാനില്ലായ്മ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആരും ഇത്രയും അങ്ങ് പ്രതീക്ഷിച്ചില്ല. കിടിലമായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ അറസ്റ്റ് 1340 കേസുകളാണ് കടന്നു കഴിഞ്ഞത്. അതുമാത്രം പാലക്കാട് മുതൽ ട്രിവാൻഡ്രം ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നും 10 കിലോ 15 കിലോ 50 കിലോ അങ്ങനെ ഒരുപാട് കഞ്ചാവുകളും അതുപോലെ ലഹരി വസ്തുക്കളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പോലീസ് ഒന്ന് ഊർജ്ജമായിട്ടും അല്ലെങ്കിൽ ആർജവമായിട്ടൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും രമേശ് ചെന്നിത്തല ഒന്ന് പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ സൂപ്പർ ഒരു ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ ഓപ്പറേഷൻ തൂഫാനും ബിഗ് സല്യൂട്ട്.